എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പരിപ്പും മത്തങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പരിപ്പാണ്. ഇത് 1/4 കപ്പ് പരിപ്പാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. സാമ്പാർ പരിപ്പാണ് ഇവിടെ എടുക്കുന്നത്. ഇത് ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങയും കൂടെ ചേർത്ത് ഇതുപോലെ പരിപ്പ് കറി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഒരു പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് അരപ്പിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. 1/4 മുറി തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് സവാള മുറിച്ചത്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ചേരുവകളെല്ലാം മിക്സിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. അരപ്പ് റെഡി ആയപ്പോഴേക്ക് പരിപ്പും മത്തങ്ങയും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലും 3 മിനിറ്റും കൂടെ വെച്ചാൽ ഇതുപോലെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുറുകിയ ചാറാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയൊക്കെ ഉടഞ്ഞില്ലെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഈ അരപ്പ് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കടുക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർക്കുന്ന സമയത്ത് തന്നെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. വെക്കുമ്പോൾ കറിക്ക് ഒരു മണവും ടേസ്റ്റും ഒക്കെ കൂടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ആക്ടിവേറ്റ് ആക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.